ഒരു എക്സ്യൂബറൻസിലേക്കും ഒരു യൂഫോറിയയിലേക്കും പോകുന്നുണ്ടോ? ആവശ്യത്തിൽ കൂടുതൽ ഒരു ഹൈപ്പിലേക്ക് വരുന്നുണ്ടോ കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പ്? അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ വളരെ സ്കെപ്റ്റിക്കലാണ്. കാരണം 2010 ഞാനത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ലിൻ്റൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഹൈദരാബാദിൻ്റെ കാര്യം പറഞ്ഞ പോലെ, കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജ് കൂടി കടന്നു പോകാത്ത ഇൻഡസ്ട്രികളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഇൻഡസ്ട്രിയലിസ്റ്റ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എല്ലാവരും വന്നു പോയത്. അപ്പോൾ നമുക്കത് പക്ഷേ അതിൻ്റേതായ സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതോടുകൂടി തീർന്നു. അത് ഈ തീർന്നില്ല. അതിനെയാണ് സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് സർക്കാർ കൺവേർട്ട് ചെയ്തത്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നു നമ്മളൊരു സൊസൈറ്റി എന്ന നിലയ്ക്ക് അവിടെ നമ്മൾ കുറച്ച് ഏർലി ആയിരുന്നു. അതൊരു വിഷണറി തോട്ടായിരുന്നു ആ സമയത്ത്. അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം ഇന്ത്യക്ക് ഒരു സ്റ്റാർട്ടപ്പ് പോളിസി ഇല്ല, ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ എന്നുള്ള വാക്കുകളില്ല. ഇവിടെ കുറച്ച് കോളേജ് പിള്ളേർ ചേർന്ന് തുടങ്ങിയ ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങൾ, ആ ആശയങ്ങളെ ബേസ് ചെയ്ത് ഒരു പോളിസി ഉണ്ടാക്കുന്നു, ഒരു വില്ലേജ് ഉണ്ടാക്കുന്നു, ആൾക്കാർ സന്തോഷപൂർവ്വം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഐ വുഡ് സേ ഇറ്റ് വാസ് ടു അഹെഡ് ഓഫ് ദി ടൈംസ്. പക്ഷേ 2016 ആയപ്പോഴത്തേക്കും സ്ഥിതി കുറച്ചുകൂടെ മാറി. അല്ല 15-16 ആയപ്പോഴത്തേക്കും, ഞാൻ പറയുന്ന കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അവസാനം LDF സർക്കാരിൻ്റെ ആദ്യമായപ്പോഴത്തേക്കുമാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് വന്നത്. അതിൽ സ്റ്റാർട്ടപ്പ് പോളിസി കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഈ പ്രധാനമായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അവിടുന്ന് ഒന്ന്, ആശയങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. കൊടുക്കും, DST വല്ലതും കൊടുക്കും, സർക്കാരുകൾ കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ആശയങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന ഒരു പരിപാടി അന്ന് ഇന്ത്യയിൽ നിലവിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ IT സെക്രട്ടറിയുടെ കാലത്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ്. ഈ കേരളത്തിലൊരു സാധനം ഉണ്ടാക്കുന്നു, ഈ സാധനം വാങ്ങിക്കാൻ ഇവിടെ കച്ചവടക്കാരില്ല, അല്ലെങ്കിൽ ബിഗ് ഇൻഡസ്ട്രീസ് ഇല്ല. സർക്കാർ തന്നെ ഈ സാധനങ്ങൾ പ്രൊക്വയർ ചെയ്യുന്ന രീതിയിലേക്ക് പ്രൊക്വയർമെൻറ്റ് പോളിസി മാറ്റിമറിച്ച് ഗവൺമെൻറ് ആസ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ജിയോ ഇറക്കിയത്, ആദ്യമായിട്ട് ഇറക്കിയത് കേരളത്തിലാണ്. ഇവിടെ സീഡ് ഫണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് സീഡിങ് കേരള എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുകയും അവരെ കൊണ്ട് ചെക്ക് എഴുതുകയും ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് വന്നു. നേരത്തെ ചോദിച്ച പോലെ ഇവിടെ വലിയ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഇച്ചിരി പൈസ ഇട്ട് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളെ ആകർഷിക്കുകയും, ഞാനൊരു 1 കോടി രൂപ ഇടുകയാണ്, അയാൾ 1 കോടി രൂപ ഇട്ട് കഴിഞ്ഞാൽ ഈ 2 കോടി കേരളത്തിലെ കമ്പനികൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ പോളിസി ഇൻ്റർവെൻഷൻസ് ഒരുപാടെണ്ണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുണ്ട്. വിച്ച് ഹസ് ട്രെമൻഡസ്ലി ഹെൽപ്ഡ് ദ കമ്പനീസ് ടു വെഞ്ചർ. ബിക്കോസ് ഒരാൾക്ക് 3 ലക്ഷം രൂപ തന്നിട്ട് നീ ഒരു ഐഡിയ ഉണ്ടോ, നിനക്ക് ചെയ്യാൻ 3 ലക്ഷം രൂപ തരികയാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. കാരണം ഇതിന് ഏറ്റവും ആവശ്യമുള്ള എന്താണ്? ക്യാപിറ്റലല്ലേ. ഒരു കച്ചവടം തുടങ്ങാൻ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ത് കച്ചവടം ചെയ്യണം എന്നുള്ളത്, 2 അതിനുള്ള പൈസ വേണം. അപ്പോൾ ആ പൈസ ആര് കൊടുക്കും? ഞാൻ എൻ്റെ എനിക്ക് ലൂണാർ മറ്റേത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരോട് ബാങ്കിനോട് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പോകാൻ പറയും. അത്രയേ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് പിന്നെ മാത്രമല്ല KFC പോലുള്ള ധനകാര്യ ഏജൻസികൾ, കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ധനകാര്യ ഏജൻസികൾ കൊളാട്രലില്ലാതെ ലോൺ കൊടുത്തു തുടങ്ങി POയ്ക്ക് അഗൻസ്റ്റായിട്ട്. അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ നേരത്തെ CM ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ ഞങ്ങളുടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ, അന്ന് ഞാൻ GTECൻ്റെ സെക്രട്ടറിയാണ്, ഇവിടുത്തെ IT കമ്പനികൾ. അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്കൊരു കമ്പനി തുടങ്ങണം, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛാ പെരടത്തിൻ്റെ പ്രമാണം തരണം ഞാനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആൻസർ ഇസ് ഗിവൺ. തൽക്കാലം ഇയാൾ പ്രമാണം വെച്ച് ഇത് ചെയ്യേണ്ട, വല്ല ജോലിക്കും പോയിക്കോളും എന്ന് പറയും. അപ്പോൾ അത് KFC ദെൻ ഫോമുലേറ്റഡ് പ്രോഗ്രാം, അതായത് കൊളാട്രൽ ഇല്ലാതെ തന്നെ 25 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങി. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു PO ഉണ്ടെങ്കിൽ 2 കോടി മുതൽ 10 കോടി രൂപ വരെ എഗൻസ്റ്റ് PO. അതായത് നമുക്കൊരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് 2 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെ വളരെ തുച്ഛമായ 5% മറ്റോ കൊളാട്രൽ ഫ്രീ ലോണുകൾ കൊടുക്കുന്നു. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ, ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യങ്ങളാണ്.